എന്തൊരു മനോഹരമായ രാത്രിയല്ലേ. ഫുട്ബോൾ ലോകം ഒന്നടക്കം കാത്തിരുന്ന ആ തിരിച്ചുവരവിതാ സാധ്യമായിരിക്കുന്നു. മദീനയുടെ രാജകുമാരൻ, പോർച്ചുഗീസുകാരുടെ ഒരേ ഒരു രാജാവ്, അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങളുടെ തിരിച്ചുവരവിനായി ലോക ഫുട്ബോൾ ഒന്നടക്കം കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളിതാ 41-ാം വയസ്സിൽ തന്റെ വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ലോക ഫുട്ബോളിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊരു രാത്രി ലോക ഫുട്ബോളിലെ ഓരോ ഫുട്ബോൾ ആരാധകരും കാത്തിരുന്നതാണ്. ഓരോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരും ആഗ്രഹിച്ചതാണ്. കാരണം ഞങ്ങൾക്കിത് അനിവാര്യമായിരുന്നു. അത് ഖത്തർ വേൾഡ് കപ്പിന് ശേഷം 4 വർഷങ്ങൾക്കപ്പുറം മറ്റൊരു വേൾഡ് കപ്പിന് വേണ്ടി ക്രിസ്ത്യാനോ ഒരിക്കൽ കൂടെ ബൂട്ട് കെട്ടുന്നു എന്നറിഞ്ഞപ്പോൾ വിമർശകർ ക്രിസ്ത്യാനോക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും 41 വയസ്സുകാരനായ വയസ്സൻ ചങ്ങാതിക്ക് ഒന്നും ഇനി ഫുട്ബോളിൽ ചെയ്യാൻ കഴിയില്ല എന്നതും വിധി എഴുതിയതാണ്. എന്റെ കഴിഞ്ഞ വീഡിയോയിലെ ഓരോ വരിയും എടുത്തു നോക്കുക. ഞാൻ അന്നേ പറഞ്ഞതാണ് അയാൾ തിരിച്ചു വരുമെന്ന്. കാരണം അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തന്നെയാണ്. എന്തു പറയണമെന്നറിയില്ല. ഇന്നത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന് മറ്റെല്ലാ ഗോളിനേക്കാൾ മധുരമുണ്ട്, മറ്റെല്ലാ ഗോളിനേക്കാൾ സന്തോഷമുണ്ട്. കാരണം ഓരോ ക്രിസ്ത്യാനോ ആരാധകരും അത്രമേൽ കാത്തിരുന്ന ഗോളായിരുന്നു അത്. 2026 വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരം. എതിരാളികളായി വരുന്നതാണെങ്കിലോ ഡിയർ കോങ്കോയും. അത് പ്രതീക്ഷകളേറെ അർപ്പിച്ചിറങ്ങിയതായിരുന്നു പോർച്ചുഗൽ ആ മത്സരത്തിന്. എന്നാൽ മത്സരത്തിൽ 1-1 എന്ന സ്കോറിൽ പോർച്ചുഗൽ സമനിലയിൽ കുരുങ്ങുകയായിരുന്നു. എന്നാൽ മത്സരശേഷം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുകൊണ്ടിരുന്നത് ആ താരത്തിന് തന്നെയായിരുന്നു. കളിക്കളത്തിൽ ക്രിസ്ത്യാനോ ഇല്ലായിരുന്നു. ക്രിസ്ത്യാനോക്ക് ബോൾ തൊടാൻ പോലും ലഭിക്കുന്നില്ല. ക്രിസ്ത്യാനോക്ക് ഒന്നിനും സാധിക്കുന്നില്ല. ക്രിസ്ത്യാനോ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോർച്ചുഗൽ വിജയിച്ചേനെ. ഇപ്പോൾ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ ബാധ്യത തന്നെ ക്രിസ്ത്യാനോയാണ്. എല്ലാത്തിനുമുള്ള മറുപടി വിമർശകർക്ക് കിട്ടിയെന്ന് ആശ്വസിക്കുന്നു. പോർച്ചുഗലിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2-ാം മത്സരം ഉസ്ബെക്കിസ്ഥാനുമായി ആയിരുന്നു. ആദ്യ മത്സരത്തിലെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തന്നെയാണ് ക്രിസ്ത്യാനോ ആരാധകർ കാത്തിരുന്നത്. എങ്ങനെ നോക്കിയാലും ആ മത്സരത്തിലെ വിജയം പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിലെ വിജയം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടാണ് ആ മത്സരത്തിലേക്ക് പോർച്ചുഗൽ പടയാളികൾ കൂട്ടുകെട്ടിയിറങ്ങിയത്. മത്സരത്തിന്റെ 6-ാം മിനിറ്റ് പോർച്ചുഗലിന്റെ മുന്നേറ്റം. പോർച്ചുഗൽ താരത്തിൽ നിന്നും പോസ്റ്റിലേക്ക് മികച്ചൊരു ക്രോസ് വരുന്നു. അതെത്തുന്നതാണെങ്കിലോ ക്രിസ്ത്യാനോയിലേക്ക്. അയാളത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുന്ന നിമിഷം. ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ ഒരുപോലെ ആവേശപ്പെടുന്ന നിമിഷം. ക്രിസ്ത്യാനോ ഇത് അവർക്ക് വേണ്ടി ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. അതെ, പോർച്ചുഗലിൽ അയാൾ അയാളുടെ സ്ഥാനം തിരിച്ചെടുക്കുന്നു. പോർച്ചുഗലിൽ അയാൾ എന്താണെന്നും ആരാണെന്നും ഒരിക്കൽ കൂടെ ലോക ഫുട്ബോളിനോട് വിളിച്ചു പറയുന്ന നിമിഷം. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതെ, വേട്ടക്കിറങ്ങുന്ന പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തുടക്കം. മത്സരത്തിന്റെ 16-ാം മിനിറ്റ് ലഭിച്ച ഫ്രീ കിക്ക്. ക്രിസ്ത്യാനോ എടുക്കുമെന്ന് തോന്നിപ്പോയ ഫ്രീ കിക്ക് ന്യൂനോ മെൻഡസിന്റെ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ ലക്ഷ്യം കാണുന്നു. അത് ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന മറ്റൊരു മുഹൂർത്തമായിരുന്നു അത്. പോർച്ചുഗൽ ഇതാ മത്സരത്തിലെ 2-ാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. പോർച്ചുഗൽ ആ വേട്ട അവസാനിപ്പിക്കുന്നില്ല. മത്സരത്തിന്റെ 39-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിൽ വന്ന ത്രൂ ബോൾ ക്രിസ്ത്യാനോ എടുത്തുകൊണ്ട് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അത് ഒരിക്കൽ കൂടെ ക്രിസ്ത്യാനോ തന്റെ വീര്യം അറിയിക്കുന്ന നിമിഷം. അത് 41-കാരനായ സ്ട്രൈക്കർ വീണ്ടും ഇതാ ഗോൾ നേടിയിരിക്കുന്നു വിമർശകർക്ക് വേണ്ടി. വിമർശകർക്ക് എത്ര വേണമെങ്കിലും അയാളെ വിമർശിച്ചു കൊണ്ടേയിരിക്കാം. എന്നാൽ ഓരോ വിമർശനം അയാൾക്ക് പ്രചോദനമാണ്. അയാൾ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊരു തിരിച്ചുവരവ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചത് തന്നെയാണ്. കാരണം പോർച്ചുഗലിന്റെ അവസാന മത്സരങ്ങളിൽ ക്രിസ്ത്യാനോയുടെ മത്സരങ്ങൾ തീർത്തും മോശം തന്നെയായിരുന്നു. അത് സമ്മതിച്ച് നൽകേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പഴയ പ്രതാപത്തിലേക്ക് ക്രിസ്ത്യാനോ തിരിച്ചു വന്ന് അയാളുടെ വീര്യം ലോക ഫുട്ബോളിന് തെളിയിക്കണമെന്ന് ഓരോ ആരാധകരും കാത്തിരുന്നിരുന്നു. ആ കാത്തിരിപ്പ് ഇതാ അവസാനിച്ചിരിക്കുന്നു. അയാൾ എന്താണെന്നും താൻ ആരാണെന്നും ലോക ഫുട്ബോളിനോട് ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്ന നിമിഷം. മറ്റാരേക്കായും ക്രിസ്ത്യാനോയും അത് ആഗ്രഹിച്ചിരുന്നു, തൻ്റെ തിരിച്ചുവരവിനു വേണ്ടി. വീണ്ടും പോർച്ചുഗൽക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. മികച്ചൊരു ടീം പ്ലേ ആണ് പോർച്ചുഗലിൽ നിന്നും നാം കാണുന്നത്. ക്രിസ്ത്യാനോക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നുമുണ്ട്. എന്നാൽ അവിടെ എതിർ ടീം ഗോൾ കീപ്പർ ക്രിസ്ത്യാനോക്ക് വില്ലനായി അവതരിക്കുകയാണ്.
മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് എടുത്ത കോർണർ അതൊരു സെൽഫ് ഗോളിൽ കലാശിച്ചുകൊണ്ട് ആ മത്സരത്തിലെ 4ാമത്തെ ഗോളും പോർച്ചുഗൽ നേടുകയാണ്. അവർ തങ്ങളുടെ വീര്യം ലോക ഫുട്ബോളിനോട് അറിയിക്കുകയാണ്. 2026 വേൾഡ് കപ്പിൽ ഓരോ ടീമുകളും തങ്ങളുടെ വരവ് അറിയിച്ചതാണ്. ഇവിടെ ഇതാ പോർച്ചുഗലും തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുന്നു ആ വേൾഡ് കപ്പ് നേടാനായി തന്നെ. മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ കളത്തിലേക്ക് ഇറങ്ങിയ റാഫേൽ ലിയോ കൂടെ ലക്ഷ്യത്തേക്ക് എത്തിക്കുമ്പോൾ പോർച്ചുഗൽ ആ മത്സരത്തിൽ 5ാമത്തെ ഗോളും നേടുകയാണ്. മത്സരം അവസാനിക്കുമ്പോൾ 5-0 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് പോർച്ചുഗൽ തന്നെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ ഡിആർ കോങ്കോയോട് ഗോൾ നേടാൻ കഴിയാതെ ഗോളുകൾക്ക് വേണ്ടി ദാഹിച്ചതായിരുന്നു പോർച്ചുഗൽ. എന്നാൽ ആ ദാഹം ഒറ്റ മത്സരം കൊണ്ട് തന്നെ പോർച്ചുഗൽ തീർത്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ അയാൾ തൻ്റെ 6ാമത്തെ വേൾഡ് കപ്പിലും ഗോൾ നേടിയിരിക്കുന്നു. തുടർച്ചയായി 6 വേൾഡ് കപ്പുകൾ കളിക്കുകയും 6 വേൾഡ് കപ്പിലും ഗോൾ നേടിയ ഏക താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുന്നു. അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. തൻ്റെ ഫുട്ബോൾ കരിയർ നേടേണ്ടതെല്ലാം അയാൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു വേൾഡ് കപ്പ് അയാൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കഴിഞ്ഞിരുന്നു. ഇതുവരെ അത് നേടാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തവണ ആ സ്വപ്നം ഏറെ പ്രതീക്ഷയോടെ ഓരോ ഫുട്ബോൾ ആരാധകരും നോക്കി കാണുന്നു. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനിച്ചു എന്ന് എല്ലാവരും പറഞ്ഞതാണ്. എന്നാൽ അവർക്കെല്ലാം ഇനി നിശബ്ദമായി വീട്ടിലിരിക്കാം. അത് അവസാനിച്ചിട്ടില്ല. ഒരു കനൽ പോലെ ബാക്കിയാക്കി അതിനെ നിങ്ങൾ ഊതിയൊരു തീ ആക്കിയിട്ടുണ്ട്. ആളിക്കത്തുന്ന ആ തീ എവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കണ്ടറിയണം.